إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആമുഖമായി ഓതിവെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് അതാണ്. അവൻ്റെ അത്യത്ഭുതകരമായ ഒരു കാര്യത്തിൽപ്പെട്ടതാണ് പരസ്പരം നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു ഇണയെ അള്ളാഹു നിങ്ങൾക്ക് നൽകുക എന്നുള്ളത്. എന്തിനാണ്? ലി തസ്കുനു ഇലൈഹ, സമാധാനപൂർവം അവരിലേക്ക് വസിക്കാനാണ് എന്നാണ്. സമാധാനം ലഭിക്കാൻ, ശാന്തി ലഭിക്കാൻ, അതിനാണ് പരസ്പരം ഇണകളായി നമ്മളിവിടെ ജീവിക്കുന്നത്, വിവാഹം കഴിക്കുന്നത്. വിവാഹം എന്നുള്ളത് വെറുമൊരു ഉടമ്പടിയല്ല. അള്ളാഹു സൂചിപ്പിച്ചത് മീസാഖൻ ഗലീദ, ഒരു ശക്തമായ കരാറാണ് എന്നാണ്. ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. സമയമായാൽ, പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം എന്നുള്ളത്. യുവാക്കളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ ശബാബ്, അല്ലയോ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങൾക്ക് ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. എന്ന് വെച്ചാൽ ബാഅത്ത് എന്ന് വെച്ചാൽ സാമ്പത്തികമായി, അതേപോലെ ശാരീരികമായി വിവാഹം കഴിക്കാനുള്ള ഒരു പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കല്യാണം കഴിച്ചിരിക്കണം, പിന്നെ നീട്ടിവെക്കാൻ പാടില്ല. കാരണം കൂടി പറഞ്ഞു, ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അത് നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാനും, വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുവാനും അത് ഏറ്റവും നല്ലതാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്.
വമല്ലം യസ്തതി, അങ്ങനെ പ്രാപ്തി എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു പരിഹാരം കൂടി പരിചയപ്പെടുത്തി, ഫഅലൈഹി ബിസ്സൗം, അവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ്. ഫഇന്നഹു ലഹു വിജാ, അതവനെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടയുമെന്നാണ്. അപ്പോൾ മനുഷ്യന്റെ സ്വാഭാവികമായ വികാരങ്ങളെ ശുദ്ധമായ വഴിയിലൂടെ ചിലവഴിക്കുക എന്നുള്ള ഒരു സമ്പ്രദായമാണല്ലോ വിവാഹം എന്നുള്ളത്. അതിനാണ് വിവാഹം അള്ളാഹു മനുഷ്യർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾക്ക് വെള്ളം എത്രമാത്രം ആവശ്യമാണോ, ഭക്ഷണം എത്രമാത്രം ആവശ്യമാണോ, അതേപോലെയാണ് മനുഷ്യ ശരീരത്തിന് ലൈംഗിക പൂർത്തീകരണം എന്നുള്ള ആ ഒരു കാര്യവും. അപ്പൊ അത് ഒരിക്കലും നമ്മൾ അനാവശ്യമായി വൈകിപ്പിക്കുകയോ അതിൽ നിന്ന് മാറി നിൽക്കുകയോ പാടുള്ളതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബിമാരുടെ ചര്യയാണത്. ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ ഇബാദത്തിലായിട്ട് കഴിച്ചുകൂടുകയാണ്, അതുകൊണ്ട് ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അതെന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഞാൻ കല്യാണം കഴിക്കാറുണ്ട്. എന്റെ സുന്നത്തിനെ ആരെങ്കിലും വെറുക്കുകയാണ് എങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊരിക്കലും നമ്മൾ മാറി നിൽക്കാനോ വിവാഹത്തോടൊരു വിമുഖത കാണിക്കാനോ നമുക്കൊരിക്കലും പാടുള്ളതല്ല. ബ്രഹ്മചര്യ എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മറിച്ച് ഉത്തരവാദിത്ത ബോധമുള്ള കുടുംബജീവിതം ആണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത്, അല്ലെ? ചിലർ വിവാഹം അനാവശ്യമായി വൈകിപ്പിക്കുന്നത് കാണാം. ഇപ്പോൾ പൊതുവെ ട്രെൻഡാണ്. പെൺകുട്ടികൾക്കിടയിൽ വിവാഹം നീട്ടിവെക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. പല കാരണങ്ങളും അവർ അതിൽ പറയാറുണ്ട്. ചില ആളുകൾ പഠനം, ജോലി എന്നിങ്ങനെയുള്ള കാരണങ്ങൾ പറയാറുണ്ട്. ചിലപ്പോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, ചില പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഉമ്മയോടുള്ള സമീപനം കണ്ട് ഇതുപോലെയുള്ളൊരു പുരുഷനല്ലേ എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത്, ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്ന അത്തരം പെൺകുട്ടികളുമുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഭാര്യമാരോട്, നമ്മളുടെ വീട്ടിലുള്ളവരുടെ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ പുരുഷന്മാരും പല കാരണങ്ങൾക്ക് വേണ്ടിയും ഇത്തരത്തിൽ വിവാഹം നീട്ടിവെക്കാറുണ്ട്, അല്ലെ? ചിലർക്ക് നൂറുകണക്കിന് നിബന്ധനകളാണ്, കണ്ടീഷനുകൾ ഒക്കുന്നില്ല, അല്ലെ? ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ആലോചനകൾ വരുമ്പോൾ അതൊക്കെ തട്ടിക്കളയുകയാണ്, അല്ലെ? അങ്ങനെ ഒരു പെണ്ണും അവർക്ക് പിടിക്കുന്നില്ല. ദുനിയാവിൽ ഒരു പെണ്ണും അവർക്ക് പിടിക്കാത്ത ഒരവസ്ഥയാണ്. സ്വർഗത്തിൽ ഒരുപക്ഷെ അവർക്ക് പിടിച്ചേക്കാം. അപ്പൊ അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ചില ആളുകളുമുണ്ട്. അങ്ങനെ നീട്ടി 35-40 വയസ്സിന് കഴിഞ്ഞ് ഇപ്പോഴും ആലോചനകൾ ഇങ്ങനെ അന്വേഷിക്കുന്ന എത്രയോ ആളുകൾ. ഇതൊന്നും ശരിയല്ല സഹോദരന്മാരെ. നമ്മുടെ മനസ്സിന് ഇണങ്ങിയ മതബോധമുള്ള ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് വൈകിപ്പിക്കരുത് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ല, ഓരോ ചെറിയ നിബന്ധനകൾ വെച്ച് അതിന്റെ കാരണങ്ങൾ ഇങ്ങനെ വെച്ച് ആലോചനകൾ ഇങ്ങനെ മുടക്കുന്നത് അതൊരിക്കലും ശരിയായ കാര്യമല്ല. വിവാഹം കഴിക്കാൻ അതിന് കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ആലോചന വരുമ്പോ അതൊന്ന് എന്നാ പിന്നെ ഞാൻ അത് കെട്ടിക്കോളാം എന്ന് എടുത്തു ചാടിയും കെട്ടാനും പാടില്ല. മറിച്ച് അത് കൃത്യമായ ആലോചനകൾക്ക് ശേഷമായിരിക്കണം. ഒരു ചെറുക്കനുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും എന്നാ അത് മതി എന്ന് പോയി ചാടിയിറങ്ങലല്ല. അവരുടെ കുടുംബം അന്വേഷിക്കണം. പരസ്പരം രണ്ടുപേരും തമ്മിൽ ചേരുമോ എന്ന് നോക്കണം. മതബോധം നോക്കണം, അല്ലെ? അത് ഒരുപക്ഷെ നാട്ടിൽ അന്വേഷിക്കുന്നത് പോലെയല്ല. നാട്ടിൽ അന്വേഷിച്ചാൽ കിട്ടുന്ന വിവരണങ്ങളല്ല ഒരുപക്ഷെ മുമ്പ് പഠിച്ച ക്യാമ്പസിൽ നിന്ന് കിട്ടുക. ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിട്ടുന്ന വിവരം വേറെ ആയിരിക്കാം. അതൊക്കെ നമ്മൾ കൃത്യമായി അന്വേഷിക്കണം. സുബഹിക്ക് പള്ളിയിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചറിയണം. അങ്ങനെ ഓരോ രംഗത്തും നമ്മൾ കൃത്യമായി മതബോധവും ഒക്കെ കൃത്യമായി, എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ എന്നൊക്കെ കൃത്യമായി നമ്മൾ അന്വേഷിക്കണം. പെണ്ണിനെ കുറിച്ചും ആ നിലയ്ക്ക് നമ്മൾ അന്വേഷിക്കണം. അപ്പോ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ വിവാഹമോചിതയായി. അതിനുശേഷം ഇദ്ദയിരിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാത്തിരിക്കുക, വിവാഹ ആലോചനകൾ വരുമ്പോ എന്നോട് പറയണമെന്ന് പറഞ്ഞു.
അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അതേപോലെ അബൂജഹം റളിയല്ലാഹു അൻഹു വിവാഹം അന്വേഷിച്ചു. അവര് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആരാഞ്ഞു, ആലോചന അന്വേഷിച്ചു. ആ സ്ത്രീ, ആ മഹദി അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവിടുന്ന് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. മുആവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മാ മുആവിയ ഫസുഉലൂകുൻ ലാ മാല ലഹു. മുആവിയ ഇപ്പോൾ വല്ലാത്ത ദരിദ്രനാണ്, നിന്നെ നോക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. വ അമ്മാ അബൂജഹ്മിൻ ഫറജുലുൻ ദറാബുൽ ലിന്നിസാ. അബൂജഹം ആകട്ടെ സ്ത്രീകളെ നന്നായി അടിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിനക്ക് പറ്റുമോന്നറിയില്ല. ഇൻകിഹി ഉസാമത ബിൻ സൈദിൻ, എന്റെ നിർദ്ദേശം, എനിക്ക് നന്നായി തോന്നുന്നത് ഉസാമയെ കെട്ടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നോക്കൂ, അവിടെ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ കൃത്യമായി തുറന്ന് പറയണം. വിവാഹമാലോചനയുടെ വിഷയത്തിൽ അങ്ങനെയാണ് വേണ്ടത്, അതാണ് ദീന് പഠിപ്പിക്കുന്നത്, അല്ലെ? ന്യൂനതകൾ എന്തുണ്ടെങ്കിലും അത് പറയണം. അപ്പോ നമ്മളുടെ ആളാണ്, എന്റെ സഹോദരനാണ്, എങ്ങനെയെങ്കിലും ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ മറച്ചു വെച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കേണ്ടതാണ് ഈ ബന്ധം. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് തന്നെ കൃത്യമായി അത് സൂക്ഷിച്ചില്ല എങ്കിൽ, പറഞ്ഞില്ല എങ്കിൽ അത് പിന്നീട് അപകടമായി മാറുമെന്നുള്ളതാണ്. അപ്പൊ ദീനുള്ള ഒരു ചെറുപ്പക്കാരന്, ദീനില്ലാത്ത, മതബോധമില്ലാത്ത ഒരു പെൺകുട്ടിയെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. അതേപോലെ ദീനുള്ളൊരു, മതബോധമുള്ള ഒരു പെൺകുട്ടിക്ക് ദീനിനെ കുറിച്ച് തീരെ ചിന്തിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ടാക്കും സഹോദരന്മാർ. അപ്പൊ ഇവിടെ ഗീബത്താണല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ന്യൂനതകൾ ഉണ്ട് എങ്കിൽ കൃത്യമായി പറയണം. നിസ്കരിക്കാറില്ല, കൃത്യമായി ജമാഅത്തിന് വരാറില്ല എന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ തുറന്ന് പറയണം, അല്ലെ? എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ എന്നുള്ള ഒരു മനോഭാവം അവിടെ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇസ്ലാം പഠിപ്പിച്ചു ആ പെണ്ണിനെ കാണണമെന്നാണ്. പെണ്ണിനെ കാണണം. വിവാഹാലോചന വേളയിൽ പരസ്പരം കാണുക എന്നത്, അല്ലെ, ഒരു കേവലം ചടങ്ങല്ല അത്, മറിച്ച് ഇസ്ലാമിലൊരു ചര്യയാണ്. അന്യ സ്ത്രീയെ നോക്കാൻ ഒരു അന്യപുരുഷന് അവകാശമില്ല. എന്നാൽ അനുവദിച്ച ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ പെണ്ണ് കാണുമ്പോൾ, വിവാഹത്തിന് വേണ്ടി പെണ്ണ് കാണുമ്പോൾ ആ കാണൽ അത് അനുവദനീയമാണ്. അല്ലെ, ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ ഇന്ന പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, അനവർത ഇലൈഹ, നീ അവിടെ പോയി കണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലേ. ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, എന്നാൽ നീ അവളെ പോയി കാണുക, എന്നിട്ട് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു. അതാണ് നിങ്ങളുടെ ബന്ധം കൂടുതൽ നിലനിൽക്കാൻ ഏറ്റവും നല്ലത്, പോയി കാണുകയാണ് എന്നുള്ളതാണ്. അപ്പോ അത്തരം നിശ്ചയം ആയിക്കഴിഞ്ഞാൽ, ആലോചനകൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ പെണ്ണിനെ കാണുക എന്നുള്ളത് അതൊരു മര്യാദയാണ്, ഇസ്ലാമിന്റെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ചില ആളുകൾ എന്ത് പറയും, ഞാൻ കാണണമെന്നില്ല, ഉമ്മ കണ്ടാൽ മതി, ഉമ്മക്ക് ഇഷ്ടപ്പെട്ടാൽ മതി എന്നാണ്. അത് ഉപ്പയും ഉമ്മയും പോയി കണ്ടിട്ടുണ്ട് എന്നാണ് പറയാം. സഹോദരന്മാരെ, ഉപ്പയും ഉമ്മയും തീരുമാനിച്ചാൽ മതിയോ? ഉപ്പയും ഉമ്മയും അവരുടെ ജീവിതത്തിലേക്കാണോ ഈ പെണ്ണ് കടന്നു വരുന്നത്? അവരുടെ കൂടെയാണോ ഈ പെണ്ണ് ജീവിക്കുന്നത്? ഈ ചെറുക്കന്റെ കൂടെയല്ലേ ജീവിക്കേണ്ടത്? ഇവന്റെ മക്കളുടെ ഉമ്മയാകേണ്ടവളല്ലേ അവൾ, അല്ലേ? ഇവന്റെ കൂടെ കിടപ്പറ പങ്കിടേണ്ടവളാണവൾ. അതുകൊണ്ട് ഉമ്മാക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, അവൻ ഇഷ്ടപ്പെടണം, അവൻ കാണണം. അതേപോലെ അവൾക്കും അവനെ ഇഷ്ടപ്പെടണം, പെണ്ണ് അഭിപ്രായം പറയണം. ഉപ്പയുടെയും ഉമ്മയുടെയും മാത്രം തീരുമാനം അതിൽ പോരാ, പരസ്പരം എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടണം. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും കണ്ടു, അല്ലെ, ഗൾഫിൽ നിന്നൊക്കെ അങ്ങനെയാണ്, ഒരുപാട് സംഭവങ്ങൾ അറിയാം. ഗൾഫിൽ നിന്ന് എന്തെങ്കിലും ഫോട്ടോ അയച്ചിട്ടുണ്ടാവും. ഫോട്ടോ ആണെങ്കിൽ ഒരുപാട് മേക്കപ്പ് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ടാവും. വന്ന് നോക്കുമ്പോൾ ആള് വേറെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സന്ദർഭം, അങ്ങനെ അതൊരിക്കലും പാടില്ല, പോയി കാണണം, അത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ പെണ്ണ് കാണുമ്പോൾ അവിടെ ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ നിലപാടുള്ളത് പോലെ പെണ്ണ് കാണുന്നിടത്തും
ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ മാന്യമായ ആ മര്യാദകൾ ഭേദിച്ചുകൊണ്ട് ഒരു കാര്യത്തിനും ഒരു മുസ്ലിമും എന്ത് പാടില്ല, ആ മര്യാദകൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അല്ലെ, ആദ്യം പെണ്ണ് കണ്ടിട്ട് പിന്നീടാണ് അവരെ കുറിച്ച് ആലോചിക്കുക അല്ലെ. ബ്രോക്കർ വന്നിട്ട് 10-30 ഫോട്ടോ കാണിക്കും, ഇതാ ഇതിലേതാ വേണ്ട നോക്കുന്നു. അങ്ങനെയല്ല, ആദ്യം അന്വേഷിക്കുക. അവരെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം പിന്നെയാണ് ഒരു കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പിന്നെയാണ് ആ പെണ്ണിനെ പോയി കാണേണ്ടത് അല്ലെ. കൃത്യമായ ആലോചനകൾക്ക് ശേഷം നമ്മുടെ മകളെ ആ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ, ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ചടങ്ങ് നടക്കേണ്ടത് അല്ലെ. രണ്ടു കൂട്ടരും ഒന്നിച്ച് പോകും, ആ കല്യാണം നടക്കുമെന്ന് ഏകദേശം തോന്നുമ്പോഴാണ് പെണ്ണ് കാണൽ നടത്തേണ്ടത്. അപ്പോ എങ്ങനെയാണ് പെണ്ണ് കാണേണ്ടത്? ഇന്നതിനൊരു പരിധിയില്ലാത്തൊരവസ്ഥയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് മുഖവും, ഭൂരിഭാഗം പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് മുഖവും മുൻകൈയും കാണുക എന്നുള്ളതാണ്. മുഖം കണ്ടാൽ അവരുടെ സൗന്ദര്യം മനസ്സിലാകും, മുൻകൈ കണ്ടാൽ അവരുടെ ശരീരപ്രകൃതിയുടെ ഒരു ഏകദേശം മനസ്സിലാകും. ചിലർ പറഞ്ഞു കാല് കാണാം, ചില പണ്ഡിതന്മാർ പറഞ്ഞു അവരുടെ കാല് കാണാം, ബാഹ്യമായി അവൾക്ക് ഒരു ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലുള്ള അവരുടെ അവയവം കാണാം, മുടി കാണാം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ നമ്മൾ കൂട്ടാം, ഉമ്മയെയോ പെങ്ങന്മാരെയോ ഒക്കെ കൂട്ടുക. അവർ കൃത്യമായി നോക്കിയിട്ട് കാര്യങ്ങൾ കൃത്യമായി പറയും. അതേപോലെ കൂടുതൽ കാണരുത് എന്ന് പറഞ്ഞത് എന്തിനാണ്? ഇതൊരു പക്ഷേ ഈ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ പെണ്ണിനൊരു മോശമാണ് അല്ലേ. അവൾ ജീവിതകാലം മുഴുവനും മുഖം മറക്കുന്ന, കൈ മറക്കുന്ന ഒക്കെ കുട്ടിയായിരിക്കാം. അപ്പോ അത് നടന്നില്ല എങ്കിൽ അവന്റെ കൈ കണ്ടു, കാല് കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് അവൾക്കൊരു വിഷമമാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. അതേപോലെ സംസാരം, അത്യാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എങ്കിൽ അവരുടെ സ്വഭാവം മനസ്സിലാക്കാനും അവരുടെ പെരുമാറ്റം മനസ്സിലാക്കാനും ഒക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നോക്കൂ, നമ്മുടെ നാടുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതിന്റെ പേരിൽ, ഈ പെണ്ണ് കാണുക എന്നുള്ളതിന്റെ പേരിൽ, എൻഗേജ്മെന്റിന്റെ പേരിൽ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇസ്ലാമിന് ഘടകവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ ചടങ്ങായി മാറിയിരിക്കുകയാണ്, ഗംഭീര പാർട്ടിയാണ്. പെണ്ണ് കാണൽ കഴിഞ്ഞു പോകുമ്പോ അതിലൂടെ നടക്കുന്ന ആൾക്കാർ പറയാണ് എന്തോ കല്യാണം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലെ. ആളുകൾ പറയും എന്തോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. അത്രക്കും ഗംഭീരമായ പാർട്ടിയാണ് അല്ലെ. ചില ആൾക്കാർ പറയും ഞങ്ങൾ ഒരു ബസ് ആൾക്കാർ വരുന്നുണ്ടെന്നാണ്, തറവാടിത്തം അറിയിക്കാൻ വേണ്ടിയിട്ട്. അതിലാരെങ്കിലും ഒരു അമ്മോനെയോ ഒരു അമ്മായെ വിളിച്ചില്ല എങ്കിൽ, അവരെ അറിയിച്ചില്ല എങ്കിൽ പിന്നെ അവരുടെ ബന്ധം തീർന്നു. സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാം വളരെ ലളിതമായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. പെണ്ണിന് ബറക്കത്ത് ലഭിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ യുംനിൽ മർഅതി തൈസീറ ഖിത്ബതിഹാ വമഹരിഹാ എന്നാണ്. അവളുടെ വിവാഹാലോചന, പെണ്ണ് കാണൽ അത് വളരെ എളുപ്പമാക്കുക എന്നുള്ളത് പെണ്ണിന് ബറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ്. അതേപോലെ അവൾക്ക് മഹർ അത് എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളത് അവൾക്ക് ബറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ്. അതൊക്കെയും നഷ്ടപ്പെടുത്തുകയാണ് ഇന്ന് പലരും അല്ലെ. അതൊരു ഗംഭീര ചടങ്ങായി പോസ്റ്റർ ഇറക്കി, ഫ്ലെക്സ് വെച്ച്, അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് കല്യാണമാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. ആരാ വരേണ്ടത്? ചെക്കൻ വരും, ചെക്കന്റെ ഉപ്പ കാണണമെന്നില്ല. അതേപോലെ ചെക്കന്റെ സഹോദരിമാരുണ്ടെങ്കിൽ അവര് കാണും, അത്രയേ ഉള്ളൂ. അത്ര സിമ്പിളായ കാര്യമാണ്. ചിലയിടത്ത് ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയി ചരക്ക് വാങ്ങുന്ന പോലെയാണ് പെണ്ണ് കാണുന്നത്. ആളുകൾ ഒരു സംഘം വന്ന് വരിയായി ഇങ്ങനെ നിൽക്കും, അങ്ങനെ പെണ്ണിനെ നിവർത്തി പരിശോധിക്കലാണ്. വളരെ മോശപ്പെട്ട ഒരവസ്ഥ. അവളിങ്ങനെ അളക്കും, ഓരോ കാര്യങ്ങൾ അവിടെ മുമ്പിൽ ഇങ്ങനെ പറയും. അങ്ങനെ കാണാൻ വരുന്നത് തന്നെ ചിലപ്പോൾ കൂട്ടുകാരൻ കൂട്ടിയിട്ടാണ് വരുന്നത്, മറ്റു ആൺ സുഹൃത്തുക്കളെ കൂട്ടി വരികയാണ്. എന്നിട്ട് അവരോട് സർവേ നടത്തുകയാണ്, എങ്ങനെയുണ്ട് എന്ന്. എത്ര മോശമാണിത് അല്ലേ.
പെണ്ണ് അണിഞ്ഞൊരുങ്ങി ഈ ആൺ സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് വരാണ്. എന്നിട്ട് ഇവരോട് അഭിപ്രായം ആരാഞ്ഞുകയാണ്. എത്ര മോശപ്പെട്ട കാര്യം! അങ്ങനെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. ഒരിക്കലും അത് നമ്മളുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഗൗരവത്തിൽ തീരുമാനമെടുക്കുക. അതേപോലെ ചില കുടുംബത്തിൽ ഉണ്ടാവും, ചില മാർക്കിടുന്ന സ്ത്രീകളുണ്ടാകും. അവൾ എന്തായാലും വരണം എന്നാണ്. ആ കുടുംബങ്ങളിൽപ്പെട്ട എല്ലാ പെണ്ണ് കാണലിലും അവൾ ഉണ്ടാകണമെന്നാണ്. അവൾ മാർക്കിട്ട ഓക്കെ ആയാ ഓക്കെ. അങ്ങനെ അവള് നോക്കിയിട്ട് പറയും ഓരോ കാര്യവും. ചില സ്ത്രീകൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടമായിട്ടില്ല എന്നതിൻ്റെ അടയാളമായി അവർ എഴുന്നേറ്റ് പോവുകയാണ്. എഴുന്നേറ്റ് പോവും. അവരുടെ പിന്നാലെ ഈ വന്നവരൊക്കെയും പോവാണ്. ഈ വീട്ടുകാരെ വളരെയധികം അപഹസിക്കുന്ന, അപമര്യാദയോടെ പെരുമാറുന്ന ഒരു സാഹചര്യം. ഇത്ര മോശമാണ്. ഇതൊരിക്കലും നമ്മുടെ സംസ്കാരത്തിൽ പെടാൻ പാടില്ല, അല്ലേ? എന്താ പ്രശ്നം? ആ മാർക്കിടാൻ വന്ന സ്ത്രീക്ക് അവൾ ഉദ്ദേശിച്ചത്ര, അല്ലെ, മൂക്കിന്റെ വീതി അതല്പം കൂടിയിട്ടുണ്ട്, 1 സെന്റിമീറ്റർ കൂടിയിട്ടുണ്ട്. അവൾ ഉദ്ദേശിച്ചത്ര സെന്റിമീറ്റർ പല്ലിന് നീളമില്ല, ഗ്യാപ്പില്ല, മുടിക്ക് നീളമില്ല എന്നാണ് ഈ ചെറുക്കനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ ചെറുക്കന്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ നല്ല ആ മതബോധം കണ്ടും സൗന്ദര്യം കണ്ടൊക്കെ അവർക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ മാർക്കിടുന്ന ആൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന അവസ്ഥ. എത്ര അല്ലെ, കുടുംബത്തിൽ എത്ര അങ്ങനെയുള്ള ആലോചനകൾ മുടങ്ങുന്നുണ്ട്. ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. അങ്ങനൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഇത് ശ്രദ്ധിക്കുക. പരസ്പരം ഇഷ്ടപ്പെട്ടുവെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാൻ ഒരിക്കലും നിൽക്കരുത്, അല്ലേ? അതേപോലെ ഫോട്ടോ പ്രദർശനം ഇന്ന് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. നേരിട്ട് കാണുന്നതിന് പകരം ഇന്ന് അതൊരു സൗകര്യമാണ്. പെണ്ണിന്റെ ഫോട്ടോ ചോദിച്ച് നമ്മൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട എങ്കിൽ പിന്നീട് പോയി കാണാം. അതൊരു സൗകര്യമാണ്, ശരിയാണ്. എന്നാൽ അതൊരു അമാനത്തായി നമ്മൾ എടുക്കണം. മറ്റുള്ള ആളുകൾക്കൊക്കെ അത് സെൻഡ് ചെയ്ത് പ്രചരിപ്പിച്ച് ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവരാർക്കും, ആ പെൺകുട്ടികൾ ഒരുപക്ഷെ അതുവരെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ല, ആർക്കും അവരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്ന പോലെയുള്ള അവസ്ഥകൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ നോട്ടം അതിരുവിടാനും പാടില്ല. വിവാഹം ഉറപ്പിക്കാത്ത ഒരു സ്ത്രീയെ അങ്ങനെ ആസ്വദിച്ച് നോക്കുന്ന ഒരവസ്ഥ അതും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അന്യന്മാരാണ് അപ്പോഴും. എന്നാൽ വീണ്ടും വീണ്ടും നോക്കാം. വിവാഹ ആലോചനക്ക് വേണ്ടി നമ്മൾ പെണ്ണിനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും നോക്കാനുള്ള അനുവാദമുണ്ട്. എന്നാൽ അതൊരു ഇങ്ങനെ ആസ്വദിച്ച് നോക്കാൻ അങ്ങനെ അത് പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തനിച്ചുള്ള ഒരവസ്ഥ. ആ മുകളിൽ കയറിക്കോളി, റൂമിലേക്ക് കയറിക്കോളി എന്ന് പറഞ്ഞ് രണ്ടാളെയും പറഞ്ഞേക്കും. എന്നിട്ട് വാതിലിട്ട് അങ്ങനെ ഉള്ള ഒരു തനിച്ചാകൽ ഒരിക്കലും പാടില്ല. മൂന്നാമതായി ശൈത്താനുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. മറിച്ച് ഹാളിൽ മഹ്റമായ ഉപ്പയോ സഹോദരനോ ഉള്ള സ്ഥിതിക്ക്, അതല്ലെങ്കിൽ അവരൊരൽപ്പം മാറി നിൽക്കാം ഹാളിൽ തന്നെ, അങ്ങനെ ആയാൽ പ്രശ്നമില്ല. എന്നാൽ തനിച്ചാകുന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ ഇന്നത്തെ ട്രെൻഡാണ് മിഠായി കൊടുക്കുക എന്നുള്ളത്, അല്ലേ? ഒരു ചടങ്ങായി അത് മാറിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മത്തിന്റെ ഒരു അവസ്ഥ നോക്കണം. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? എന്തെങ്കിലും ഒരു കോപ്രായത്തം ആരെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ അതെല്ലാവർക്കും ചെയ്യണം എന്നാണ്. ചെയ്തില്ലെങ്കിൽ അതൊരു മോശമായിട്ടാണ് പിന്നെ കാണുന്നത്, അല്ലെ? പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ചോക്ലേറ്റ് വലിയന്റെ കയ്യിൽ കൊടുത്താൽ അതൊരു തെറ്റാണെന്നല്ല. മറിച്ച് ഈ ചോക്ലേറ്റ് കൊടുക്കുന്നതിന്റെ പേരിൽ പെരുമ നടിച്ച് എത്രമാത്രം, അല്ലെ, ക്രെയിനിൽ വരെ വലിയ ബിൽഡിംഗ് പോലെയുള്ള ചോക്ലേറ്റ് 1 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ഒക്കെ ചോക്ലേറ്റ് കൊടുക്കുന്ന വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കലാണ് സഹോദരന്മാരെ. അതൊക്കെ, അല്ലെ, ഇല്ലാത്തവർ പോലും, പണമില്ലാത്തവർ പോലും കടം വാങ്ങിയിട്ട് പോലും ഇതൊക്കെ നടത്തുന്ന ഒരു അവസ്ഥ. പള്ളിക്ക് പണം ചോദിച്ചാൽ അവരുടെ കൈകളിലില്ല. മദ്രസക്കോ ദീനി കാര്യങ്ങൾക്കോ ചോദിച്ചാൽ അവർക്ക് പണമില്ല, അല്ലെ? പാവങ്ങൾക്ക് കൊടുക്കാൻ, വിധവകൾക്ക് കൊടുക്കാൻ, യതീമുകൾക്ക് കൊടുക്കാൻ അവരോട് പണം ചോദിച്ചാൽ പണമില്ല അവർക്ക്. പക്ഷെ ഇത്തരം അനാവശ്യങ്ങൾക്ക്, അല്ലെ, എന്തൊരു ആവേശമാണ് പണം ചെലവഴിക്കാൻ. കടം വാങ്ങിയിട്ടും ലോൺ വാങ്ങിയിട്ടും ഒക്കെ ഇതൊക്കെ ചെയ്യുകയാണ്, അല്ലെ? അതിന് പ്രത്യേകം ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുകയാണ്. ഒരു ഘോഷയാത്രയാണ്.
ഘോഷയാത്ര. ഒരുപാട് ആളുകൾ ഇങ്ങനെ വരി വരിയായി നിന്ന് അതില് തട്ടമിട്ട വല്യമുണ്ടാകും, മൂത്തമ്മയുണ്ടാകും, അല്ലേ, വെളുത്ത വസ്ത്രം ധരിച്ച ഹാജിയാരുണ്ടാകും, കാരണവന്മാരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അങ്ങനെ വരാണ്. വലിയ താജ്മഹൽ വരികയാണ് ചോക്ലേറ്റിന്റെ, അതേപോലെ ബുർജ് ഖലീഫ വരികയാണ്. ഒരുപാട് ഇങ്ങനെ, എന്തൊരവസ്ഥയാണ്. അതിലൊരു ഐഫോണും ഉണ്ടാകും, ഒരു ഐഫോൺ ഉണ്ടാകും. എന്നിട്ട് വീട്ടിൽ ചർച്ചയാണ്. ആദ്യം ആരെ വിളിക്കും? വല്യമ്മ പറയാണ്, അമ്മായി പറയാണ്, ഇളയമൊക്കെ പറയാണ്, എന്നാ അവനെ തന്നെ വിളിക്കടി. ആരാ അവന്? ആരാ അവന്? നിക്കാഹ് കഴിക്കാത്ത അവൻ അന്യനല്ലേ സഹോദരന്മാരെ? ഈ രണ്ട് ആളുകൾ, ആണും പെണ്ണും, ഇവർ അന്യരല്ലേ? നിക്കാഹ് കഴിക്കാത്തിടത്തോളം അവർക്ക് ആരാണ് അനുവാദം നൽകിയത്? ഇത്തരം സംസാരങ്ങളെല്ലാം അത് ഹറാമാണ്, പാടുള്ളതല്ല. ഇന്ന് എത്രത്തോളം എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ ഹറാമുകളിലും പോയി ചാടുകയാണ് ആളുകൾ. എല്ലാ ഹറാമുകളും കൊണ്ട് തുടങ്ങുകയാണ് ഒരു ജീവിതം. പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പറയാണ്, പിറ്റന്ന് ഇന്ന സ്ഥലത്തേക്ക് വരണം. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആൽബമിന്റെ ഷൂട്ടിംഗ് ആണ്. അതെന്തിനാ? നിക്കാഹിന് അതിനൊരു വീഡിയോ ഉണ്ടാക്കണം, നിക്കാഹിന് ആളുകളെ ക്ഷണിക്കാൻ ഒരു വീഡിയോ ഉണ്ടാക്കണം. അതിനിവരെ കൈ പിടിച്ച് നടക്കുകയാണ്, നൃത്തമാടുകയാണ്, സിനിമ പാട്ടുകളൊക്കെ ഇട്ട്, മ്യൂസിക്കും ഇട്ട്, അങ്ങനെ നിക്കാഹിന്റെ വീഡിയോ. നമ്മൾക്ക് അത്ഭുതപ്പെടാൻ ചില വീഡിയോകൾ കണ്ടിട്ട്, ഇതിപ്പോ ഇങ്ങനെയൊക്കെ നടന്നു. നിക്കാഹ് നാളെയാണല്ലോ, സ്റ്റാറ്റസ് വീഡിയോയിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, പരസ്പരം കെട്ടിപ്പിടിക്കുക, പരസ്പരം കൈപിടിച്ച് നടക്കുക. അപ്പൊ അത്രക്കും ഹറാമായ കാര്യങ്ങളിലൂടെ സംഗതി കൈവിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ നിക്കാഹിന് അല്ലെ, നിക്കാഹ് എന്നുള്ളത് ഏറ്റവും മഹത്തരമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ബറക്കത്തുകൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് നന്മകൾ ലഭിക്കുന്ന കാര്യമാണ്. ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ദീനിന്റെ പകുതി പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. ദുനിയാവിൽ എന്താ? ഫക്കീറുകളാണെങ്കിൽ വിവാഹം കഴിച്ചാൽ നിനക്ക് ധന്യത അള്ളാഹു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബറക്കത്ത് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇത്തരം ഹറാമുകളെ കൊണ്ട് ഒരു ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പിന്നെ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ബറക്കത്താണ് ആ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? അല്ലേ? എത്ര ഹറാമുകളിലൂടെ തുടങ്ങിയ ഇത്തരം കല്യാണങ്ങൾ വലിയ ഉഷാറായിട്ട് നടന്നിരുന്നു. പക്ഷെ എത്ര കുടുംബങ്ങളിൽ പ്രശ്നമാണ്, കലഹങ്ങളാണ്, എത്ര ത്വലാഖുകളാണ് നമ്മൾ ഈ അടുത്തായി കേൾക്കുന്നത്, അല്ലേ? വ്യാപകമായി ത്വലാഖുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രശ്നം? അതാ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് ഹറാമുകൾ കൊണ്ടാണ് ഈ ഒരു ബന്ധം തുടങ്ങിയത്. പിന്നെന്താ? അല്ലെ, അള്ളാഹുവിന് ഇഷ്ടമുള്ള നിലക്ക് ഏറ്റവും ഐസറായ, ഏറ്റവും എളുപ്പമുള്ള ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ആര് എതിർത്തോ ആര് വെറുത്തോ, അല്ലെ, ആര് വന്നില്ലെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു നിലപാടിൽ നമ്മൾ നിൽക്കണം. വിശ്വാസികൾ എന്ന നിലക്ക്, മുവഹിദുകൾ എന്ന നിലക്ക് നമ്മൾ നമ്മളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. ആര് വെറുത്താലും നമ്മുടെ റബ്ബ് വെറുക്കാൻ പാടില്ല. ആരുടെ ഇഷ്ടം നമുക്ക് ലഭിച്ചില്ല എങ്കിലും റബ്ബിന്റെ ഇഷ്ടം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആ റബ്ബിന്റെ ഇഷ്ടമുണ്ട് എങ്കിൽ നമ്മൾ ദുനിയാവിൽ വിജയിച്ചു, പരലോകത്ത് വിജയിച്ചു എന്നുള്ള ബോധമാണ് ഒരു മുഅ്മിനിനെ എല്ലായിടത്തും നയിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്ത എന്താണ്? ഒരു ഫോട്ടോഗ്രാഫറെ പോലീസ് പിടിക്കുകയാണ്. എന്താ? കല്യാണ വീടുകളിൽ സ്ത്രീകളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ആ സ്ത്രീകളുടെ ഫോട്ടോ മോർഫ് ചെയ്തിരിക്കുകയാണ്, വെച്ചിട്ട് നഗ്നമായ രീതിയിൽ അങ്ങനെ പ്രചരിപ്പിച്ചതാണ്. അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ സ്ത്രീകളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക സഹോദരന്മാരെ. നമ്മളുടെ സ്ത്രീകളെ മറ്റുള്ള അന്യ പുരുഷന്മാരുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ച് നിർത്താന്ന് പറഞ്ഞാൽ എത്ര മോശപ്പെട്ട കാര്യമാണ്. സ്റ്റുഡിയോക്കാരൻ വന്നിട്ട് അവരുടെ മുഖവും അവരുടെ മാറിടവും ഒക്കെ ഇങ്ങനെ സൂം ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് എങ്ങനെ സാധിക്കുന്നു സഹോദര? എന്നാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്? അള്ളാഹു നമുക്കെല്ലാം ചിന്തിക്കാനുള്ള ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കാൻ നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ഏതാനും ഖുതുബകളിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നമ്മുടെ കുടുംബങ്ങളിൽ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹു വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് എന്നുള്ളത് ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിലൊന്നാണ്. കഴിവുള്ളവർക്ക് നിർബന്ധമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. നിർബന്ധമായ ആരാധനയാണ് ഹജ്ജ് എന്നുള്ളത്. ഒരാള് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ ഇസ്ലാം പൂർണ്ണമല്ല, അല്ലേ? ചില ആളുകൾ സൗകര്യമുണ്ടായിട്ടും അവരെന്ത് ചെയ്യും? വയസ്സാം കാലത്ത് ചെയ്യാമെന്ന് നീട്ടിവെക്കും. പാടില്ല. ചില ചെറുപ്പക്കാർ പണമുണ്ടാകും, സൗകര്യമുണ്ടാകും, എല്ലാം ഉണ്ടായിട്ടും അത് വയസ്സന്മാർ ചെയ്യുന്നതില്ല എന്ന വിചാരത്തിൽ നീട്ടിവെക്കുന്നവരുണ്ട്. അതൊരിക്കലും പാടില്ല സഹോദരന്മാരെ, നീട്ടിവെക്കാൻ പാടില്ല. നമ്മൾക്ക് കഴിവുണ്ടാകുമ്പോൾ നമ്മൾക്ക് നിർബന്ധമായി അത് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ടോ ഹജ്ജിന്റെ പ്രതിഫലം എത്രയാണ് പറഞ്ഞത്? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി തുടക്കകാലത്ത് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോ കൈ മാറ്റിന്നാണ് അംർ ഇബ്നു ആസ്. ഒരു ഷർത്തുണ്ട് നബിയെ, ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ പൂർത്തിയാണെങ്കിൽ മാത്രം ഞാൻ ബൈഅത്ത് ചെയ്യുന്നതാണ്. എന്താന്ന് ചോദിച്ചു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു തരണമെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കറിയില്ല അംറേ, ഇസ്ലാം അതിനു മുമ്പുള്ള എല്ലാ പാപങ്ങളെയും പുറത്തു തരും. ഹജ്ജ് എന്നുള്ളത് അതിനു മുമ്പുള്ള എല്ലാ പാപങ്ങളെയും പുറത്തു തരും എന്ന് നിനക്കറിയില്ലേ? എല്ലാ പാപങ്ങളെയും പൊളിച്ചു കളയും എന്നാണ്. അതുകൊണ്ട് വലിയ പുണ്യമുള്ളതാണ്. അപ്പോ അതിന് സൗകര്യമില്ലാത്ത ആളുകൾ ഉണ്ടാകാം, പണമില്ലാത്തവരുണ്ടാവും, ആരോഗ്യപരമായി സൗകര്യമില്ലാത്തവരുണ്ടാകാം. അവരൊക്കെ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, ആ ഒരു നന്മ ആരാധന ചെയ്യാനുള്ള തൗഫീഖിനായിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. നിയ്യത്തുകളെ നോക്കിയിട്ടാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമുക്ക് അങ്ങനെയുള്ള നിയ്യത്തുണ്ട് എങ്കിൽ അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകുമെന്നാണ്. എന്താ അതിന്റെ പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുത് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. നവജാത ശിശു ജനിക്കുന്നത് പോലെയായിരിക്കും ഹജ്ജ് കഴിഞ്ഞ് ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോൾ. അത്രക്കും പരിശുദ്ധനായിട്ടാണ് അവൻ പുറത്തു പോകുന്നത് എന്നാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ആരാധനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഹജ്ജിന് പോയവരുണ്ട്, ഇനി പോകാൻ ഇറങ്ങുന്നവരുണ്ട്. ഏറ്റവും നല്ല നിലക്ക് ശിർക്കെല്ലാം ഒഴിവാക്കിയിട്ട്, ബിദ്അത്തുകളെല്ലാം ഒഴിവാക്കിയിട്ട്, സുന്നത്തിന്റെ ആ അടിസ്ഥാനത്തിൽ തൗഹീദോടുകൂടി ഏറ്റവും നല്ല മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.